നമസ്കാരം പ്രിയപ്പെട്ടവരെ. പതിവ് പോലെ എല്ലാവരെയും 4P ന്യൂസിൻ്റെ ഇന്നത്തെ ഫേസ്ബുക്ക് ലൈവ് ഈ വാർത്തയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ പ്രദീപ് പ്രവങ്കര. ഇന്ന് 2020 ഡിസംബർ 31 വ്യാഴാഴ്ച. പതിവ് പോലെ ആദ്യം നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. 4PM ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തുകൊണ്ട് ഫോളോയിങ് എന്നെടുത്ത് സി ഫെസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വാർത്തകളും അതുപോലെ ലൈവും ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വൃത്താന്തങ്ങളൊക്കെ പങ്കിടുന്ന ഈ ലൈവ് പരിപാടി. നസീർ വടകര വന്നിരിക്കുന്നു, ഉമ്മർ CA എല്ലാവരും വന്നിരിക്കുന്നു. ധാരാളം പേർ ഇന്ന് ഹാപ്പി ന്യൂ ഇയറിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ. വീണ്ടും ഒരു വർഷം നമ്മുടെ ജീവിതത്താളുകളിൽ നിന്നും കൊഴിഞ്ഞ് വീഴുന്ന ദിവസമാണിന്ന്. ദക്ഷിണ പസഫിക് ദ്വീപ് രാജ്യമായ സമോവയിലാണ് ആദ്യം പുതുവർഷം എത്തിയത്. ഇതിന് പിറകെ പുതുവർഷത്തെ വരവേറ്റത് ന്യൂസിലാൻഡാണ്. സാധാരണ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയാനാണ് എല്ലാ വർഷാന്ത്യവും നമ്മൾ ശ്രമിക്കാറുള്ളതെങ്കിൽ ഇത്തവണ ഹാപ്പി എന്നതിന് പകരം ആരോഗ്യകരമായ ഒരു വർഷം ആശംസിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് 2020 എന്ന വർഷം നമ്മുടെ ഇടയിലേക്ക് കയറി വന്ന ഒരു കുഞ്ഞൻ വൈറസിന് സാധിച്ചത്. ആ ഒരു വലിയൊരു കാര്യമാണ് ഈ ഒരു വർഷത്തിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. മുഖം മൂടിക്കെട്ടി കയ്യിൽ സോപ്പുമിട്ട് വേണ്ടപ്പെട്ടവരെ പോലും അകലത്ത് നിർത്തി മരണത്തെ മുഖാമുഖം കണ്ട ഇത്തരമൊരു കാലം ലോകമാകെയുള്ള മനുഷ്യരാശിക്ക് എത്രയോ കാലത്തിന് ശേഷമുള്ള ഒരു അനുഭവമാണ്. ഈ കാലത്ത് നമ്മുടെ ഇടയിൽ എത്രയോ പേർ കൊറോണ എന്ന വൈറസിൻ്റെ അക്രമത്തിൽ ഭൂമിയിൽ നിന്ന് തന്നെ മറിഞ്ഞു പോയിരിക്കുന്നു. എത്രയോ പേർ ചികിത്സയിൽ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും നിരവധി പേർക്ക് രോഗം ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴും നമ്മൾ വാക്സിനേഷൻ എന്ന ശുഭപ്രതീക്ഷയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. നമുക്കറിയാവുന്നതുപോലെ 2020 എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു വർഷമാണ്. പല കാര്യങ്ങളും പദ്ധതി പ്രകാരം ഒന്നും തന്നെ നടന്നിട്ടില്ല. പക്ഷേ അതേസമയം ജീവനോടെ നമ്മൾ ഈ ഭൂമുഖത്ത് ബാക്കിയുണ്ട് എന്നതാണ് ഏറ്റവും സന്തോഷകരം. കൂടാതെ ഈ കാലം എല്ലാവർക്കും നൽകിയത് വലിയ തിരിച്ചറിവുകളാണ്. വല്ലാത്തൊരു ഓട്ടത്തിലായിരുന്ന മനുഷ്യകുലത്തിന് ഈ പരക്കം പാച്ചിലിനിടയിൽ ഒന്ന് ബ്രേക്കിട്ട് മനസ്സ് തുറന്ന് ചിന്തിക്കാൻ കൂടി കോവിഡ് കാലം കാരണമായിട്ടുണ്ട്. സാധാരണ വർഷാന്ത്യമാകുമ്പോൾ വൈകിട്ടെന്താ പരിപാടി എന്ന് ചോദിച്ച് ഒത്തുകൂടുന്ന നമുക്ക് 2020 അവസാനത്തെ വൈകുന്നേരം അധികം പരിപാടികളൊന്നും വെക്കരുത് എന്നാണ് ലോകത്തിലെ എല്ലായിടങ്ങളിലെയും ആരോഗ്യ മന്ത്രാലയങ്ങൾ ആവശ്യപ്പെടുന്നത്. ബഹ്റിനിലെ ആരോഗ്യ മന്ത്രാലയം അധികൃതരും ഇതുതന്നെയാണ് പറയുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ നിയമം അനുസരിച്ച് കൂടി വന്നാൽ 30 പേർക്കൊക്കെ ഒത്തുകൂടാമെങ്കിലും നമ്മുടെ ആളുകളിൽ ആ 30 എന്നത് വലിച്ചു നീട്ടാൻ സമർത്ഥരാണ് എന്ന് പറയാതെ വയ്യ. സത്യത്തിൽ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു കാര്യം, 30 എന്നതുകൊണ്ട് 30 വരെ എത്തിക്കണം എന്നല്ല, മറിച്ച് എത്രത്തോളം ചുരുക്കാൻ സാധിക്കുമോ അത്രത്തോളം അത് ചെയ്യുക എന്നതാണ് ബഹ്റിനിലെ ആരോഗ്യ മന്ത്രാലയം ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ തന്നെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിയുമ്പോഴേ ഇതിൻ്റെ ഗൗരവം മനസ്സിലാവുകയുള്ളൂ. ഏതൊരു ഗവൺമെൻറ്റിനും അതിൻ്റെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ പരിമിതികൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. ഇവിടെ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് മനുഷ്യർ വ്യത്യസ്തരാകുന്നത്. ബഹ്റൈനിൽ ഇതുവരെയായി 352 പേർക്കാണ് വൈറസിൻ്റെ അക്രമത്തിൽ ഫെബ്രുവരി മുതൽ ഇന്ന് വരെ ജീവൻ നഷ്ടമായത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗം ബാധിക്കുന്നവരുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 256 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ വീണ്ടും രോഗബാധിതരുടെ എണ്ണം 2000 കവിഞ്ഞ് 2047 ആയിരിക്കുന്നു. 10 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. ഈ സാഹചര്യത്തിൽ ആഘോഷങ്ങൾ നടത്തുകയാണെങ്കിൽ തന്നെ പരമാവധി ജാഗ്രത പാലിക്കുക. കോവിഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുക. പ്രത്യേകിച്ച് കുടുംബ കൂട്ടായ്മകളിൽ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണിത്. എങ്കിലും നിങ്ങളുടെ ആ ചെറിയ ജാഗ്രത കുറവ് മതി നേരത്തെ പറഞ്ഞ ആ രോഗികളുടെ ലിസ്റ്റിൽ കയറിക്കൂടാൻ. പരമാവധി തുറസായ സ്ഥലങ്ങളിൽ മാസ്ക് ഒക്കെ ഇട്ട് ഒന്നിച്ചിരിക്കാനും ആഘോഷ പരിപാടികൾ നടത്താനും ശ്രദ്ധിക്കുക. ബഹ്റൈനിൽ 2 വാക്സിൻ നൽകി തുടങ്ങിയെങ്കിലും പുതിയ സ്റ്റോക്ക് വരുന്നതേക്കും അല്പം പതുക്കെയാണ് വാക്സിൻ വിതരണങ്ങൾ നടക്കുന്നത്. ഇന്നലെ വരെ 57,317 പേരാണ് വാക്സിൻ സ്വീകരിച്ചത്. ഡിസംബർ 17 മുതൽക്കാണ് വാക്സിൻ നൽകാൻ ആരംഭിച്ചത്. എന്തായാലും ഇതിന് താല്പര്യം കാണിക്കുന്നവർ അവരുടെ പേരുകൾ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് വെക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നൊരു പുതിയ വിവരം കൂടി വന്നിരിക്കുന്നത്, വാക്സിൻ രജിസ്ട്രേഷനായുള്ള സൗകര്യം ഇവിടെയുള്ള ബി അവെയർ ആപ്ലിക്കേഷനിലും ഇന്നു മുതൽ ലഭ്യമാണെന്ന് ആരോഗ്യ മന്ത്രാലയ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകളിൽ കോവിഡ് സാഹചര്യത്തിൽ ചേഞ്ചിങ് റൂം അടച്ചിടാനുള്ള നിർദ്ദേശം ആരോഗ്യ മന്ത്രാലയം മാറ്റിയിരിക്കുകയാണ്. ഇനി മുതൽ ഇത് ഉപഭോക്താക്കൾക്കും ഉപയോഗിക്കാവുന്നതാണ്. അതേസമയം ഓരോ തവണയും ഇത് ഉപയോഗിക്കുമ്പോൾ പൂർണ്ണമായും സ്റ്റെറിലൈസ് ചെയ്യാൻ കടയുടമ ശ്രദ്ധിക്കേണ്ടതാണ്. 2.5 കിലോയോളം മരിജുവാന മയക്കുമരുന്ന് വിമാനത്തിലൂടെ ബഹ്റിനിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച 37 വയസ്സുകാരനായ ഇന്ത്യക്കാരന് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. 15 വർഷത്തെ തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. ദുബായ് വഴിയാണ് കഴിഞ്ഞ ഒക്ടോബർ 20 ഇയാൾ ബഹ്റിനിലേക്ക് എത്തിയത്. 70,000 ദിനാർ വില വരുന്ന മയക്കുമരുന്നാണ് ഇയാൾ ബഹ്റിൻ വിമാനത്തിലൂടെ കടത്താൻ ശ്രമിച്ചത്. കേരളത്തിലെ കാര്യങ്ങൾ നോക്കാം. ഇന്ന് 5215 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു.
അടുത്തിടെ UK-യിൽ നിന്നും വന്ന 32 പേർക്കാണ് ഇതുവരെ COVID-19 സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവരുടെ സാമ്പിളുകൾ തുടർ പരിശോധനയ്ക്കായി NIV പൂനെയിലേക്ക് അയച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 30 മരണങ്ങൾ COVID-19 കാരണമാണെന്ന് അറിയിച്ചിരിക്കുന്നു. ഇതോടെ ആകെ മരണം 3072ആയി. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 5376 പേർ ഇന്ന് രോഗമുക്തി നേടി. ഇതോടെ 65,202 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. 6,92,480 പേർ സംസ്ഥാനത്ത് കോവിഡിൽ നിന്നും രോഗമുക്തി നേടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 2,46,285 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ മുതൽ ഭാഗികമായി തുറക്കും. കോവിഡ് കാരണം അടച്ചിട്ട സ്കൂളുകൾ 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തുറക്കുന്നത്. 9-10 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കാണ് ആദ്യം ക്ലാസ് ആരംഭിക്കുന്നത്. അതേസമയം ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ രക്ഷിതാക്കളുടെ സമ്മതപത്രം നിർബന്ധമാണ്. ഹാജർ അതുപോലെ തന്നെ ദക്ഷിണ KSRTCയും നാളെ മുതൽ മുഴുവൻ സർവീസുകളും പുനരാരംഭിക്കുകയാണ്. സംസ്ഥാനത്ത് നിലവിലുള്ള ബസ് ചാർജിൽ മാറ്റം വരുത്തില്ലെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. കോവിഡ് സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ബസ് ചാർജ് വർദ്ധിപ്പിച്ചിരുന്നു. നിർത്തിവെച്ച പാസഞ്ചർ ട്രെയിനുകളും ഓടിത്തുടങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ മുതൽ അതോടുകൂടി റെയിൽവേ മേഖലയും ഉണരുകയാണ്. അതേസമയം CBSE 10-12 ക്ലാസ്സുകളിലേക്കുള്ള ബോർഡ് പരീക്ഷാ തീയതി കേന്ദ്ര സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ചു. മെയ് 4 മുതൽക്കാണ് പരീക്ഷകൾ ആരംഭിക്കുന്നത്. പ്രാക്ടിക്കൽ പരീക്ഷകൾ മാർച്ച് 1 മുതൽ തുടങ്ങും. ജൂൺ 10-നകം പരീക്ഷകൾ പൂർത്തിയാക്കുമെന്നും ജൂലൈ 15-നകം ഫലപ്രഖ്യാപനം നടക്കുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ കാര്യമന്ത്രി ഡോക്ടർ രമേശ് പൊഖ്രിയാലാണ് അറിയിച്ചത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാകും പരീക്ഷകൾ നടക്കുന്നത്. രാജ്യത്ത് കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടുള്ള വാക്സിൻ വിതരണം ചെയ്യാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അറിയിച്ചു. ജനങ്ങൾക്ക് ഇന്ത്യയിൽ നിർമ്മിച്ച വാക്സിൻ തന്നെ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രാജ്യത്ത് ജനിതക മാറ്റം സംഭവിച്ച കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 25 ഇന്ന് 5 പേരിൽ കൂടിയാണ് പുതിയ വൈറസ് കണ്ടെത്തിയത്. കോവിഡ് വാക്സിനേഷന്റെ ഡ്രൈ റൺ ജനുവരി 2 മുതൽ നടത്താനാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഡ്രൈ റൺ നടത്തും. വാക്സിനേഷൻ നൽകുന്നതിന്റെ ആസൂത്രണം എങ്ങനെയാണെന്നും വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നും പരിശോധിക്കാനാണ് ഡ്രൈ റൺ നടത്തുന്നത്. നേരത്തെ 4 സംസ്ഥാനങ്ങളിൽ 2 ദിവസത്തെ ഡ്രൈ റൺ വിജയകരമായി സംഘടിപ്പിച്ചിരുന്നു. കേന്ദ്രത്തിന്റെ കാർഷിക പരിഷ്കരണ നിയമത്തിനെതിരെ നിയമസഭാ പ്രമേയം ഐക്യകണ്ഠേനം പാസാക്കിയിരിക്കുന്നു. അതേസമയം പ്രധാനമന്ത്രി വിമർശിക്കണമെന്ന പ്രതിപക്ഷ ഭേദഗതി തള്ളി. കേന്ദ്ര നിയമം വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും കർഷക പ്രക്ഷോഭം ഇനിയും തുടർന്നാൽ കേരളം കാട്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ പുതിയ കാർഷിക നിയമങ്ങൾ കോർപ്പറേറ്റുകളുടെ താൽപ്പര്യമാണ് സംരക്ഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ന്യായവില ഉറപ്പാക്കുന്നതിൽ നിന്നും കേന്ദ്രം ഒഴിഞ്ഞു മാറുകയാണ് എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. 3 വിവാദ നിയമങ്ങളും പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്ത് നിന്ന് പ്രമേയത്തെ പിന്തുണച്ച് സംസാരിച്ച മുൻമന്ത്രി KC ജോസഫ് ചില ഭേദഗതികൾ നിർദ്ദേശിച്ചു. കേന്ദ്ര നിയമത്തിനെതിരെ സംസ്ഥാനത്ത് പ്രത്യേക നിയമം കൊണ്ടുവരണമെന്ന് ജോസഫ് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ നിയമം കൊണ്ടുവന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നേരത്തെ ഡിസംബർ 23-ന് സമ്മേളനം ചേരാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഗവർണർ അനുമതി നൽകിയിരുന്നില്ല. പിന്നീട് സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, മന്ത്രിമാരായ AK ബാലൻ, VS സുനിൽകുമാർ എന്നിവർ രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരമൊരു സമ്മേളനത്തിന് ഗവർണർ അനുമതി നൽകിയത്. പണി പൂർത്തിയായ വൈറ്റില കുണ്ടന്നൂർ പാലങ്ങൾ ജനുവരി 9-ന് നാടിനെ സമർപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മേൽപ്പാലങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ പൂർണ്ണമായും ഏറ്റെടുത്ത് നിർമ്മിച്ച വൈറ്റില മേൽപ്പാലത്തിന് 86.34 കോടി രൂപയും കുണ്ടന്നൂർ പാലത്തിന് 82.74 കോടി രൂപയുമാണ് ചെലവായത്. പത്തനംതിട്ട റാന്നി പഞ്ചായത്തിൽ BJP പിന്തുണയോടെ പ്രസിഡന്റായ ശോഭ ചാർലിയെ LDF പുറത്താക്കിയിരിക്കുന്നു. കേരള കോൺഗ്രസ് എം പ്രതിനിധിയായ ശോഭയോട് വോട്ടെടുപ്പിന് പിന്നാലെ സ്ഥാനം രാജിവെക്കണമെന്ന് CPM ആവശ്യപ്പെട്ടിരുന്നു. ഇവർ നിരസിക്കുകയും ഇതിനെ തുടർന്നാണ് ഇവരെ പുറത്താക്കാൻ LDF തീരുമാനിക്കുകയും ചെയ്തത്. നെയ്യാറ്റിൻകരയിൽ ജീവനൊടുക്കിയ ദമ്പതികളുടെ കുട്ടികൾക്ക് യൂത്ത് കോൺഗ്രസ് 5 ലക്ഷം രൂപ ധനസഹായം നൽകി. സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ MLAയും ഉപാധ്യക്ഷൻ ശബരിനാഥ് MLAയും വീട്ടിലെത്തിയാണ് പണം കൈമാറിയത്. നേരത്തെ സർക്കാരും 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചറും ഇന്ന് കുട്ടികളെ സന്ദർശിച്ചു. പെരുമ്പാവൂരിൽ ഇന്ന് രാവിലെ ഒരു കുടുംബത്തിലെ 4 പേർ ആത്മഹത്യ ചെയ്തു. പാറപ്പുറത്തെ വീട്ടിൽ ബിജു, ഭാര്യ അമ്പിളി, മക്കളായ അശ്വതി, അർജുൻ എന്നിവരെയാണ് ചേലമറ്റത്തെ വീട്ടിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ചിട്ടി നടത്തിപ്പിനെ തുടർന്നുണ്ടായ കടബാധ്യതയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. അപ്പോൾ 2020 എന്ന വർഷം അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ അവശേഷിക്കുമ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായി നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. ഒന്ന് കമന്റുകളിലേക്ക് പോകാം. സൂസി ക്ലീറ്റസ് ഹാപ്പി ന്യൂ ഇയർ. മുസ്തഫ നിബേഷ് TP, മാഷ സുബീഷ്, സജിനി സന്തോഷ് ഹാപ്പി ന്യൂ ഇയർ. അബ്ദുള്ള മുഹമ്മദ്, നൌഷാദ്, സുനിൽ ഭാസ്കരൻ, ബഷീർ കുന്നത്ത്. കോവിഡ് വാക്സിൻ എടുത്തവർ ബഹ്റിൽ വരുമ്പോൾ എയർപോർട്ടിൽ ടെസ്റ്റ് ചെയ്യണമോ? ടെസ്റ്റ് ചെയ്യണം. ബഹ്റിലെത്തുന്ന എല്ലാവരും ആ ടെസ്റ്റ് നിർബന്ധമാണ്. 20 ദിനാർ അവിടുത്തെ മൊത്തം 40 ദിനാറാണ് വരിക. 10 ദിവസത്തിന് ശേഷം വീണ്ടും ഒരു ടെസ്റ്റ്. കേട്ടോ മാത്യു. സതീശൻ ആശാരി, ഷൈജു ഗോപാൽ, പാപ്പച്ചൻ തോമസ്, ഉമേഷ് KA, സഗീർ അഹമ്മദ്, ബിജു കുടാളി. കൊച്ചിയിൽ നിന്ന് ഷാർജ വഴി ബഹ്റിൽ വരുമ്പോൾ PCR ടെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ്? ഈ എയർ അറേബ്യ വഴി വരുന്ന പലരുടെയും ചോദ്യമാണിത്. പക്ഷേ
അവിടെ ചോദിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ വരെ വന്ന അവരുടെ കയ്യിൽ നിന്നും ഇത് ചോദിച്ചിട്ടില്ല. പക്ഷേ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഒരു PCR ടെസ്റ്റ് എടുത്തു വെക്കുന്നത് തീർച്ചയായും നന്നായിരിക്കും. സുബൈറ, ഉഷ മുരളി, അമൽ നായർ, ശശികല കുറുപ്പ്, ഇന്ദിര കൊച്ചുകുഞ്ഞ്, ഫാത്തിമ, ദിലീപ്, ഹാപ്പി ന്യൂ ഇയർ പ്രദീപ, അബ്ദുള്ള നടുക്കണ്ടി, സതീഷ്, അനുജ് കൃഷ്ണൻ, ഹാപ്പി ന്യൂ ഇയർ ഫ്രം സത്താർ കണ്ണപുരം, നിസാബി സത്താർ, നന്ദി. അനജ് കൃഷ്ണ, ഷാജുമോൻ, ലളിത ശ്രീനിവാസൻ, സിജു ജയരാജ്, ബഷീർ കുന്നത്ത്, അജയ്കുമാർ, അനു പിള്ള, അർച്ചന, ഹാപ്പി ന്യൂ ഇയർ ബ്രദർ, ബി എ ബ്ലെസ്സിങ്, താങ്ക് യു. അജയ്കുമാർ, ഗഫൂർ എടച്ചേരി, മുഹമ്മദ് എടത്തിൽ, ജോജു ജോസ്, ജിജിമോൾ പുനലൂർ, അനീഷ് കുമാർ, മഹി ജോൺ, സിറാജ് തിക്കോടി, രാജീവ് പിള്ള, പുതുവത്സരാശംസകൾ, നന്ദി. ശശികല കുറുപ്പ്, ഹാപ്പി ന്യൂ ഇയർ. അഷ്റഫ്, പാപ്പച്ചൻ തോമസ്, ഹാപ്പി, അതുപോലെ ജോസ് എബ്രഹാം, ബഷീർ, കുറേ പേർ ഇന്ന് ഹാപ്പി ന്യൂ ഇയർ ആണ്. ഉമ്മർ സി എ, ചെന്താമര, ബേബി ജോൺ, റോബിൻ ജോൺസൺ, നെൽസൺ, മേഴ്സി, ഷിഹാബ്, അനീഷ് കുമാർ, നാരായണൻ, ലത്തൂഫ്, മുഹമ്മദ് അലി, നെൽസൺ, രാമകൃഷ്ണൻ, നസീർ. ഓക്കെ, ഏകദേശം എല്ലാം വായിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇന്ന് നമുക്കറിയാം ആഘോഷങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്നാലും വളരെ വളരെ ശ്രദ്ധിക്കുക. എന്നെ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് കാണുന്ന ആൾക്കാരായാലും ശ്രദ്ധിക്കേണ്ട കാര്യം കോവിഡ് തന്നെയാണ്. തീർച്ചയായും നമുക്ക് അടുത്ത വർഷവും ആഘോഷിക്കേണ്ടതാണ് ഒരു തോന്നൽ മനസ്സിലുണ്ടായിക്കൊണ്ടാകട്ടെ ഈ വർഷത്തെ ആഘോഷം. ഇനിയും പുതുവർഷങ്ങളൊക്കെ വരണം, അതിന് ആ സമയത്ത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇനി നാളെ വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ചയാണ് വീണ്ടും നമ്മളൊക്കെ കണ്ടുമുട്ടുക. അതുവരേക്കും കമൻറ്റുകൾ നൽകിയ എല്ലാവർക്കും, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വളരെ ആരോഗ്യകരമായ ഒരു വർഷം നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് ഞാൻ വിടവാങ്ങിയാണ്. പ്രദീപ് പുറമങ്കര. നന്ദി, നമസ്കാരം, ശുഭരാത്രി ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു.